25 കോടിയാണ് ഇപ്പോഴത്തെ ബമ്പർ എന്ന് പറയുന്നത്. ഈ അടിച്ച ആള് യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥമായിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ രേഖകളും സഹിതം നാളെ കൊണ്ടേ ബാങ്കിൽ കൊണ്ടേ ഏൽപ്പിക്കുക, ആരും അറിയാണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വളയും. അപ്പോൾ നമുക്ക് ഭയങ്കര ശല്യമായിരിക്കും. ഇത് കുറേ ബാങ്കിലൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തേക്ക് ഈ പൈസ നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ടാക്സൊക്കെ അടച്ച് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കാനുള്ള മാർഗം നോക്കുക. അങ്ങനെ വല്ല പ്രോപ്പർട്ടി മേടിച്ച് തരികയോ അല്ലെ 2-3 മാള് പോലെ പണി ചെയ്യുകയോ അല്ല എന്തെങ്കിലും അവനവനനുസരിച്ചുള്ള ജീവിതമാർഗം കണ്ടെത്തുക. അതിൽ നിന്നുള്ള വരുമാനം വന്നതിന് ശേഷം മറ്റുള്ളവന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആദ്യം ആർഭാടം ജീവിച്ചു കഴിഞ്ഞാൽ ടാക്സൊക്കെ 2 പ്രാവശ്യം അടക്കണം. നമ്മൾ വാരിക്കോരി അങ്ങോട്ട് കൊടുത്താൽ നിന്ന് നമ്മൾ ടാക്സ് അടക്കണമെന്നും. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആർക്കും വാരിക്കോരി കൊടുക്കരുത്. അതിന് നമ്മൾക്കൊരു ഇൻകം വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പാവപ്പെട്ടവരെ സഹായിക്കുക, അല്ല സ്വന്തക്കാരെയൊക്കെ കൂടുതൽ സഹായിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ, നമ്മളുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല, മുതലും ഉണ്ടാവില്ല. മുതലിൽ നിന്നാണ് ഈ പോണത്. ഈ 1.5 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് കിട്ടിയിട്ട് എന്ത് ചെയ്താലും 1.5 കോടി ദിവസം കൊണ്ട് കിട്ടില്ല, 1 കൊല്ലം കൊണ്ടൊന്നും കിട്ടുമോ? കിട്ടൂല. അപ്പം ഈ മുതലിൽ നിന്ന് തന്നെയാണ് ആ ടാക്സ് വീണ്ടും പോണത്. അപ്പോൾ നമ്മളുടെ ഇൻകം മുതൽ കുറയേ. മുതലെടുത്ത് കളിക്കരുത്. മുതൽ നമ്മൾ എന്തെങ്കിലും ജീവിക്കാനുള്ള മാർഗം ചെയ്തിട്ട് ആ പലിശ കൊണ്ടുള്ള ഒരു കളി കളിക്കണം. അതാണ് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം. അതാണ് നമ്മൾ പുതിയ ആര് ലോട്ടറി അടിച്ചാലും ചെയ്യേണ്ടത്. അടിച്ചു പൊളിച്ച് ആദ്യം ജീവിക്കരുത്. ഇന്നിപ്പോൾ ലോട്ടറി അടിച്ച ആള് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്നാണ് അത് ഞാൻ ചെയ്ത പോലെ തന്നെ പുള്ളി ചെയ്യുള്ളൂ. ഞാൻ ചെയ്ത പോലെ എന്ന് വെച്ചാൽ ഈ ടിക്കറ്റ് ഇപ്പം മറത്ത് വെച്ചേക്കാണല്ലോ, ആരാണെന്ന് പറഞ്ഞില്ല. പുള്ളി 2-3 ദിവസത്തിനകം ബാങ്കിൽ ഹാജരാക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെയാണ് ചേട്ടൻ ഊഹിക്കുന്നത്? അങ്ങനെ ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ ഒരു ബമ്പർ അവിടെ ആ ഭാഗത്ത് അടിച്ചിട്ടുണ്ട്. പാലാ ഭാഗത്ത് നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ചപ്പോൾ ഞാൻ കൊടുത്ത ബാങ്കിൽ തന്നെയാണ് ചോദിച്ചത്. ഇവിടെ വിളിച്ച് ചോദിച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തതേ. അപ്പോൾ അറിയാമല്ലോ എന്താ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഭയങ്കര ശല്യമായിരിക്കും. നമ്മൾ ഈ ഏജൻസിയുടെ അടുത്ത് കൊണ്ടുപോയി മറ്റുള്ളവരോട് ഈ ചെവി അറിയരുത്, ബാങ്കിൽ എത്തുന്നവരെ ഇത് അറിയരുത്. ഈ ഒരുപാട് പേർക്ക് ഈ കാശ് കൊടുക്കാതായിരിക്കുമ്പോൾ കുറച്ച് ശത്രുക്കളുണ്ടാവും. അത് മിത്രങ്ങളെല്ലാം ശത്രുക്കളാവും. ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് 100 രൂപ ചോദിച്ച് തന്നില്ല. ഇപ്പൊ എൻ്റെ പൈസ ഇപ്പൊ സത്യത്തിൽ എൻ്റെ പൈസ ഇല്ല. നമ്മൾ എൻ്റെ ഇല്ലെന്ന് ചേട്ടൻ വിശ്വസിക്കില്ല. അപ്പൊ ചേട്ടൻ എൻ്റെ ശത്രുവായി ആയില്ലേ. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ പൈസ ഇപ്പൊ ലോട്ടറി അടിച്ച പൈസ എൻ്റെ FD കിടക്കേ. FD കിടന്നപ്പോൾ എനിക്ക് ഭീഷണി വന്നപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 10 പൈസ വരില്ല. എനിക്ക് വണ്ടി ഓടിയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഇനി ആ പൈസ കിട്ടണമെങ്കിൽ 5 കൊല്ലം കഴിയണം, മെച്ചുവേർഡ് ആവണം. അപ്പോൾ ഈ ഒരുപാട് തരത്തിലുള്ള ചാരിറ്റി നമുക്ക് ചില മോഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെയുള്ള നാട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളെ നാട്ടിൽ ചെയ്യുക.